പ്രിയ, ഇങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവളോട് വീണ്ടും കല്യാണം കഴിക്കാൻ പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? ഇപ്പൊ കണ്ടില്ലേ, ഇവളുടെ കടയിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരുത്തൻ രാത്രിയാവുമ്പോ വീട്ടിൽ വന്ന് ഇവളോട് സംസാരിക്കുക. എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം ഈ സമയത്ത് ഇവളോട് വന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ട്? ഇവനെ പോലുള്ളവനൊക്കെ ചെറുവെടുത്ത് രണ്ടെണ്ണം തലക്കിട്ട് കൊടുക്കാതെ അവൻ പറയുന്നതും കേട്ടോണ്ട് നിൽക്കുക. ഈ വീട്ടിൽ തുണയായിട്ട് ആണൊരുത്തനുണ്ടായിരുന്നെങ്കിൽ കണ്ട ഇവന്മാരൊക്കെ വീട്ടിൽ കയറി വരുമോ? ഇതെന്തെവൾക്ക് മനസ്സിലാവാത്തെന്നറിയത്തെ. ഇതുകൊണ്ടാ എത്രയും വേഗം ഒരു കല്യാണം കഴിക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിർത്താമോ അമ്മേ? ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? അതെന്താ കയ്യിലൊരു ബാഗ്? ആ, ഇനി തൊട്ട് ഇതാ എന്റെ വീട്. എന്നാ നിങ്ങളുടെ വീടോ? അതെ. ഇനി നിന്നെയും എന്റെ പേരക്കുട്ടി നിലാമോളയും വിട്ടിട്ട് എവിടേക്ക് പോകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? ഞാൻ നിങ്ങളെ ഞങ്ങളുടെ കൂടെ കൂട്ടുന്നില്ല. വാ, പുറപ്പെടെ. മാറി നിക്ക് വിജി. ഇനി എന്നെ നീ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയാലും ശരി, ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഞാനുണ്ടാവും. ഇനി അവിടെ നിന്ന് നിനക്ക് എന്നെ പിടിച്ച് പുറത്താക്കണമെന്ന് വിചാരിച്ചാ റോഡിന്റെ ഏതെങ്കിലും മൂലയിൽ പോയി ഇരിക്കും ഞാൻ. എന്നാലും ഈ സ്ഥലം വിട്ട് ഞാൻ എവിടെ പോകില്ല എന്നുള്ളത് സത്യം. ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്ന ഇഷ്ടമല്ലേ? ജോലി ചെയ്യുന്നിടത്ത് സമാധാനം ഇല്ലാതാക്കി. ശരി, ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരേ സ്ഥലം ഇതാ. ഇവിടെയും വന്ന് എന്റെ സമാധാനം കളയാണോ ചെയ്യുന്നത്? അതിനെന്താ നിങ്ങൾക്ക് ഇത്ര സന്തോഷം കിട്ടുന്നേ? നീ നോക്ക്, എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നീ എന്ത് വേണേലും പറഞ്ഞു. പക്ഷേ നിന്നെ വേദനിപ്പിക്കുന്ന ആ രാക്ഷസിയുടെ വീട്ടില് ഇനി ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. എനിക്ക് നിന്നെ നിലാമോളിയും വിട്ടു നിൽക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. വിജി, ഞാൻ പറയുന്നതിൽ ദേഷ്യം തോന്നരുത്. അമ്മ ഇവിടെ തന്നെ നിക്കട്ടെ. പ്രിയേ, ദേഷ്യം പിടിക്കാതെ വിജി. നിലമോൾക്കൊരു തുണയായിട്ടും നിനക്കൊരു കൂട്ടായിട്ടും ഉണ്ടാകില്ലേ ഇവിടെ? എന്റെ പ്രിയേ, നിന്നെ എന്ത് പറഞ്ഞാ മനസ്സിലാക്കണ്ടെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ആരും വേണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ മാറി നിൽക്കുന്നെ. ഇതിലിവര് പെട്ടെന്നിങ്ങനെ എന്തിനാ എന്നോട് ഒട്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനോടുള്ള സ്നേഹമായിട്ട് എനിക്ക് തോന്നില്ല. എന്നെ കൊല്ലാൻ വന്ന പോലെ എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി നീ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. എന്ത് വേണേലും പറഞ്ഞു. എന്നാ അതൊക്കെ കേട്ട് മനസ്സ് വിഷമിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന എന്റെ പൊന്നുമോള് വിചാരിക്കണ്ട. ഒരു കാരണവശാലും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. മുത്തശ്ശി, നിലമോളെ, അമ്മേ, നിങ്ങൾ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടായിരുന്നു. മുത്തശ്ശി ഇവിടെ തന്നെ താമസിച്ചോട്ടെ പ്ലീസ് അമ്മേ. നില, മോൾ അകത്ത് പോ. അമ്മേ പ്ലീസ് അമ്മേ, എനിക്ക് വേണ്ടിട്ടെങ്കിലും. ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കാറുള്ളതല്ലേ, അതുപോലെ ഇതും ഓക്കെ എന്ന് പറ. ഇനി മുത്തശ്ശി ഇവിടെ താമസിച്ചോട്ടെ പ്ലീസ് 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 അമ്മേ. അല്ല, മുത്തശ്ശി എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല മോളെ. പ്രിയാൻറ്റി, എനിക്ക് സ്റ്റൗ മാത്രം ഒന്ന് ഓൺ ചെയ്ത് തന്നാ മതി. ചക്കരെ, നിനക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഞാൻ ഉണ്ടാക്കുന്ന കണ്ടു നോക്ക്. ആന്റി, ബാ ബാ. നിക്കാൻറ്റി, ഫാനൊന്ന് ചൂടാവട്ടെ. ആ ശരി ശരി. ചൂടായ നമ്മൾ വെള്ളം തളിച്ചു നോക്കണം. അതിനുശേഷം മാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. ഇതുപോലും എനിക്കറിയില്ലേ? ഞാൻ ഒഴിക്കാം. നീ നോക്ക്, പൊള്ളും മോളെ. ആ ഓക്കെ മുത്തശ്ശി.
ഇതാ മുത്തശ്ശി ചൂട് ദോശ. കഴിച്ചു നോക്ക്, സൂപ്പർ അയ്യോ എന്റെ ആയിരിക്കും. ചക്കരേ, എന്ത് നന്നായിട്ട് സംസാരിക്കുന്നേ, എന്ത് നന്നായിട്ട് ദോശ ഉണ്ടാക്കുന്നേ. നിന്റെ അമ്മയുടെ തന്നി പകർപ്പ് തന്നെ. അല്ല മുത്തശ്ശി, അത്രയ്ക്കൊന്നുമില്ല. ദോശ മാത്രമേ ചുടാൻ അറിയുള്ളൂ. എന്റെ അമ്മയ്ക്ക് എത്ര ഫുഡാ ഉണ്ടാക്കാൻ അറിയാ. അമ്മ ഈ ദോശയ്ക്ക് മാച്ചായ ഒരുപാട് വെറൈറ്റി ചമ്മന്തികൾ ഉണ്ടാക്കും. അതെന്തൊക്കെയാന്ന് കേൾക്കണോ? തേങ്ങാ ചമ്മന്തി, തക്കാളി ചമ്മന്തി, പിന്നെ പുതിന ചമ്മന്തി, പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു? ആ, മല്ലിയില ചമ്മന്തി. ഇങ്ങനെ ഒരുപാട് ചമ്മന്തികളുണ്ട്. ഇനി മുത്തശ്ശി ഇവിടെ തന്നെയല്ലേ ഉണ്ടാവാ?